തങ്ങളുടെ മേഖലകളിൽ ഏറ്റവും മികച്ച അടയാളപ്പെടുത്തലുകൾ നടത്തിയ രണ്ടു പേരാണ് നമുക്ക് മുന്നിലുള്ളത്. സദസ്സിൽ ഓരോരുത്തർക്കും ഇവരോട് ചോദിക്കാൻ ചോദ്യങ്ങൾ മനസ്സിലുണ്ടാകും. ഇനി അതിനുള്ള അവസരമാണ്. ആദ്യം തന്നെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാടധികം സന്തോഷം. സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോഴും ടി വിയിൽ മീശ മാധവൻ, അതുപോലെ തന്നെ വിക്രമാദിത്യൻ, അങ്ങനെ കുറച്ച് സിനിമകൾ ഉണ്ടെങ്കിൽ അതിന് മുമ്പിലിരുന്ന് ഫുള്ള് കാണും. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. അതായത് സാറിൻ്റെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മീശ മാധവൻ എന്നുള്ള സിനിമ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് അതിനൊരു നായകൻ്റെ പ്രാധാന്യമുണ്ട്, ഒരു വശത്ത് അതിൻ്റെ സ്റ്റോറി ലൈൻ നന്നായിട്ട് തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ കോമഡി വളരെയധികം നമുക്ക് ഇപ്പോൾ കണ്ടാലും ചിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോമഡികളുള്ള സിനിമ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമ ആ കാലഘട്ടത്തിൽ സാർ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സിനിമ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കോമഡി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ ഒന്നുകിൽ അതിനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റഡ് ആണെന്ന് പറഞ്ഞ് വിലയിരുത്തുകയും, അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കോമഡികളാണ് കാണാൻ കഴിയുന്നത്. കുടുംബത്തോടൊപ്പം നമുക്ക് കാണാൻ പറ്റുന്ന കോമഡികളുടെ സിനിമ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആ കാലത്ത് സാറ് ഇത്തരത്തിലുള്ള സിനിമ എടുത്തിട്ടുണ്ട്. മീശമാധവൻ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടനവധി സിനിമകൾ നമ്മൾ ഇന്നും കോമഡി, അതുപോലെ തന്നെ റിപ്പീറ്റ് വാല്യൂയോട് കൂടി നമുക്ക് കാണുന്ന സിനിമകളാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ സാർ? ദൈവത്തിനറിയാം. ഇത് ഓരോ കാലഘട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ സിനിമകൾ ഉണ്ടാവുക. പിന്നെ മീശമാധവനും മറവത്തൂർക്കനവും ചന്ദ്രനുദിക്കുന്ന ദിക്കിലൊക്കെ ചെയ്യണ കാലത്ത് വേണ്ടത്ര കളക്ഷൻ വരാത്തൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു സംവിധായകൻ കണ്ടെത്തുന്ന ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ഇപ്പോൾ രണ്ടാം ഭാവം എന്ന് പറഞ്ഞ സിനിമ അന്ന് അത്ര വിജയിച്ചില്ല. അപ്പോൾ ഞാൻ പറയും, ഒരു സിനിമ കമേഴ്ഷ്യലി വിജയിക്കുമ്പോൾ മാത്രമല്ല അത് വിജയിക്കുന്നത്, ഒരു 20 വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ അന്നത്തെ തലമുറ കാണുമ്പോൾ അവരത് പൂർണ്ണമായി ഇരുന്ന് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഒരു സിനിമ പൂർണ്ണമായും വിജയിക്കുന്നത് എന്ന് പറയാറുണ്ട് അന്ന്. അപ്പൊ അത് പിന്നീട് പിൽക്കാലത്ത് എൻ്റെ പല സിനിമകൾക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ 10-20 വർഷങ്ങൾക്ക് ശേഷം പുതിയ തലമുറ വന്നതിന് ശേഷം പുതിയ തലമുറയൊക്കെ ആ സിനിമകൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ കാലത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്, ഒരു പഴയ സിനിമ ആ കാലഘട്ടത്തിൻ്റെ എല്ലാ കോമ്പൻസേഷനോടും കൂടി കാണുന്നതും പുതിയ കാലത്തുണ്ടാകുന്ന ഒരു പുതിയ സിനിമയെ പ്രേക്ഷകൻ അപ്രോച്ച് ചെയ്യുന്നതും രണ്ട് രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ഇപ്പോൾ 3 മണിക്കൂർ നീളമുള്ള സിനിമ എന്ന് പറയുന്നത് ആ കാലത്ത് ഒരു പ്രശ്നമല്ലായിരുന്നു. മീശമാധവനൊക്കെ 2:50 2 മണിക്കൂർ 50 മിനിറ്റാണ് പടത്തിൻ്റെ ലെങ്ത്ത്. ഇൻ്റർവെല്ലടക്കം 3 മണിക്കൂറാണ്. അപ്പോൾ അത് ഇപ്പോൾ അല്ലേ, ഇപ്പോൾ നിങ്ങൾ റീൽസ് എന്ന് പറയുന്ന സാധനം 30 സെക്കൻഡ്സ് കാണുന്ന ആൾക്കാരാണ്. 30 സെക്കൻഡിൽ കൂടുതൽ ഒരാളെ പിടിച്ചിരുത്തണമെങ്കിൽ തന്നെ വലിയ കായികാഭ്യാസം ആവശ്യമുള്ളൊരു കാലമാണ് ഇപ്പോൾ. അപ്പോൾ സ്വഭാവം മാറി. അന്ന് ചെയ്തിരുന്ന സീനുകൾ, കൺസീവ് ചെയ്തിരുന്ന സീക്വൻസുകളുടെയൊക്കെ സ്വഭാവം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ പുതിയ അഭിരുചികൾ, പണ്ട് ചിരിച്ചിരുന്ന തമാശകൾക്ക് ഇന്ന് ചിലപ്പോൾ ആളുകൾ ചിരിച്ചോളണമെന്നില്ല. കാരണം അതിനേക്കാൾ തമാശകൾ ഈ വാട്സപ്പിലും ഇതിലൊക്കെ ഇങ്ങനെ ഇൻസ്റ്റന്റ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ മാറ്റം സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ട്. പുതിയ കാലവും പുതിയ ടേസ്റ്റുകളുമായിട്ട് മാച്ച് ചെയ്ത് പോകാനാണ് ഓരോ സംവിധായകനും ശ്രമിക്കുക. ഞാനും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ഗംഗാധരൻ. ഞാൻ പ്രൊഫഷണലി ഒരു വക്കീലാണ്. അതുകൊണ്ട് ഞാൻ ലാലു സാറിന് ക്രോസ് ചെയ്യാൻ വേണ്ടി, ഒരു വിചാരണ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. താങ്കളുടെ വളരെ പ്രസ്തവർ സിനിമയുണ്ട് എൽസമ്മ എന്ന ആൺകുട്ടി. ആ പേര് ഒരു സ്ത്രീവിരുദ്ധമായ പേരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ സാർ പറയാറുണ്ട്, അവൻ ആൺകുട്ടിയല്ലേ, അപ്പോൾ ആൺകുട്ടികൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ആൺകുട്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ല ആൺകുട്ടി മാത്രമേ കഴിയൂ. അപ്പോൾ ഒരു പെൺകുട്ടി ചെയ്യുമ്പോൾ അത് എന്തോ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്തത്. അതുകൊണ്ടാണ് എൽസമ്മ എന്ന ആൺകുട്ടി എന്നുള്ള പേര്. കാരണം അതൊരു ആൺകുട്ടി ചെയ്യുന്നതിനേക്കാളും ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടി എടുത്ത് ചെയ്യുന്നു. അപ്പോൾ ആ പേര് അങ്ങനെ ആൺ പെൺ വേർതിരിവുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീവിരുദ്ധമായ പരാമർശമല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു. ഇത് അല്ല ഇതില് ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന കാര്യങ്ങൾ പലതും, ഞാനൊരു മെയിൽ ഷോവനിസ്റ്റ് ആണ്, ഞാനൊരു സ്ത്രീ വിരുദ്ധനാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം എന്താ വെച്ചാൽ, അല്ല, ഇതിന്റെ ഈ വളരെ ലഘുവായിട്ടുള്ള ചില കാര്യങ്ങള് മൈക്രോസ്കോപ്പ് വെച്ച് വലുതാക്കി അതിലില്ലാത്ത അപകടങ്ങൾ വകഞ്ഞ് ചെകഞ്ഞെടുത്ത്
ഈ ലോകത്തിന് കൂടുതൽ ദുരിതപൂർണമാക്കാൻ വേണമെങ്കിൽ ചില കാര്യങ്ങൾ തമാശയാക്കിയിട്ട് വിട്ടുകളയാം. ഇപ്പോൾ അവളൊരു ആൺകുട്ടിയെ എന്ന് ഞങ്ങളുടെ ചെറുപ്പകാലത്ത്, ഞങ്ങൾക്ക് അത്യാവശ്യം കാലപ്പഴക്കമുള്ള ആളാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ആളുകൾ പറയുന്ന ഒരു നാടൻ പ്രയോഗമാണത്. നാടൻ പ്രയോഗങ്ങൾ, നാടൻ വാമൊഴികൾ, പഴമൊഴികൾ ഒക്കെ ഒരു ആർട്ട് വർക്കിൽ, ഒരു സിനിമയായാലും സാഹിത്യമായാലും ഒക്കെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു സുന്ദരമായ കാലത്താണ് ഞാൻ ആ സിനിമയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ ഞാൻ നല്ലോണം ആലോചിക്കും, ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ സ്ത്രീവിരുദ്ധ പരാമർശമായിട്ട് ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യങ്ങൾ വരാതിരിക്കാൻ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കും. അന്ന് നമുക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അന്ന് ആളുകൾ കുറേയും കൂടിയും തമാശയായിട്ടും ലാഘവത്തോടു കൂടി എടുക്കേണ്ട കാര്യങ്ങളെ ലാഘവത്വത്തോടു കൂടി എടുക്കുകയും ചെയ്തിരുന്ന കാലമായിരുന്നു. അന്ന് ഒരു പെൺകുട്ടിക്കും പരാതി ഉണ്ടായിരുന്നില്ല അതിൽ അന്ന്. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അതിൽ പരാതിയുണ്ട്. അപ്പോൾ ആ പരാതി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അവരോട് ഈ കാലത്ത് മാപ്പ് ചോദിക്കുന്നു. ആ കാലത്ത് ഞാൻ മാപ്പ് ചോദിക്കില്ല, ഇപ്പോൾ ചോദിക്കുന്നു. ഇനി ചെയ്യുന്ന സിനിമയിൽ ഞാൻ അതൊക്കെ വരാതിരിക്കും. അപ്പം എൻ്റെ സിനിമ കുറേ കൂടിയും അന്നത്തെ ഒരു ഇന്നസെൻസ് ചിലപ്പോൾ ഇല്ലാണ്ടാവും ഇപ്പോഴത്തെ സിനിമയ്ക്ക്. കാരണം ആ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനോ എഴുതാനോ ഒരു തമാശ പറയാനോ ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം കുറേയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. പഴയകാലത്തെ പല പ്രയോഗങ്ങളും ഇപ്പോൾ പറയാൻ പറ്റില്ല. മുമ്പ് ജാതി അക്ഷരം എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്മുട്ടയാണ് തട്ടാന്നുള്ള പേര് പോലും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പഴയകാലത്ത് നായർ പിടിച്ച പുലിവാല് എന്ന് പറഞ്ഞപ്പോൾ ആർക്കും പരാതി ഉണ്ടായിട്ടില്ല. പൊന്മുട്ട തട്ടാന്നുള്ള സിനിമ വന്നപ്പോൾ അതിന് പേര് താറാവ് നാക്കേണ്ടി വന്നു. ഇപ്പോഴും കുറേ പ്രയോഗങ്ങൾ അങ്ങനെ മാറിപ്പോയി. ജാതി പറയാൻ പാടില്ല, അല്ലെങ്കിൽ ആൺപെണ്ണുന്ന വ്യത്യാസങ്ങൾ, പിന്നെ അങ്ങനെ ബോഡി എന്താ പറയില്ലേ, അങ്ങനെയുള്ള. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ ഓവർ സെൻസിറ്റീവ് ആവുന്നുണ്ടോ ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സംശയവും കുറച്ചൊക്കെ നിരാശയുണ്ട്. നമുക്കെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഇവരുടെയൊക്കെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ പഴയൊരു സിനിമയിലുള്ള ഒരു ഡയലോഗുണ്ട്, ഈ കണ്ണൂർ ജയിൽ ആണുങ്ങൾക്കുള്ളതാണ്. അതിപ്പോൾ ഇന്ന് പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധമാണ്. കാരണം പെണ്ണുങ്ങൾക്ക് ചോദിക്കാം, എന്താ ഞങ്ങൾക്ക് പോയിക്കൂടെ എവിടേക്ക്? സെൻട്രൽ ജയിലിൽ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് താനും. അവിടെ അതിൻ്റെ ഒരു ഭാഗത്ത് സ്ത്രീകൾക്കുള്ള ജയിലാണ്. പക്ഷെ അത് സ്ത്രീകൾ അത് പറയാറില്ല. കണ്ണൂർ ജയിൽ പെണ്ണുങ്ങൾക്കുള്ളതാണ് പെണ്ണുങ്ങൾ അവകാശപ്പെടാറില്ല. പക്ഷെ ഇത് എനിക്കൊന്ന് ചെറുകാടിൻ്റെ ഒരു നാടകത്തിലായിട്ടാണ് ഈ ഡയലോഗ് ഉള്ളത്. MTയുടെ ഓളവും തീരത്തിലും അത് പറയുന്നുണ്ട്. ബാപ്പുട്ടി പറയുന്നുണ്ട് ആണുങ്ങൾക്കുള്ളതാണ്. അപ്പം അതിലൊന്നും ഒരു സ്ത്രീ വിരുദ്ധ ആരോപിക്കേണ്ട കാര്യമില്ല. ഈ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആൻ അഗസ്റ്റിൻ ചെയ്തത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ തൻ്റെ ഇടം, അവളുടെ ഒരു വിപരീതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ അവരെങ്ങനെ തൻ്റെ ഇടത്തോടു കൂടി നേരിടുന്നു എന്നുള്ളതാണ് അതിലെ കഥാപാത്രം എൽസമ്മ ചെയ്തിട്ടുണ്ട്. വളരെ പ്രതികൂലമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ തൻ്റെ ഇടം കാണിക്കുന്നു എന്നുള്ളത്. അത് നമ്മൾ ഈ സാധാരണ ഇപ്പോൾ പറയുന്ന പോലെ ഓളൊരു ആൺകുട്ടിയാണെന്ന് പറയുന്നത് അത്രയും ഇതിന് കരുതേണ്ട കാര്യമുള്ളൂ. വളരെ നിരുപദ്രവമായിട്ടുള്ള ഒരു കാര്യമാണ്. സർ, ഞാൻ സാറിന്റെ ലാൽ ജോസിന്റെ ഭൂപടം എന്ന പുസ്തകം വായിച്ചു. അപ്പൊ അതില് അപ്പച്ചനോട് കള്ളം പറഞ്ഞിട്ട് കമ്പനി ചടിക്കാനെന്ന് പറഞ്ഞ് മാത്സ് വിദ്യാർത്ഥികളോടൊപ്പം ടൂർ പോകുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അവസാനത്തെ അടുക്കുന്ന സമയത്ത് പെൺകുട്ടികൾ തന്നെ ഇപ്പൊ ഭീകരനായിട്ട് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭീകരനായിട്ട് കാണാനുള്ള ഒരു സാഹചര്യം കാരണം എന്തായിരുന്നു? ഭീകരനായിട്ട് കാണാനുള്ള കാരണം അത് അന്നത്തെ ചെറിയ കയ്യിലിരിപ്പിന്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായില്ല. ഈ കോളേജിൽ പോകുമ്പോൾ എൻ്റെ ക്യാമ്പസിലെ ഏറ്റവും ഉയരം കുറഞ്ഞ മൂന്നാമത്തെ ആള് ഞാനായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് ഉണ്ട്, ഫ്ലോട്ടേഴ്സ് എന്ന് പറഞ്ഞ ഗ്യാങ്ങിൻ്റെ പേര്. ഞങ്ങൾക്കൊരു റൂമില്ല ഞങ്ങളുടെ ക്ലബിന്, അതുകൊണ്ടാണ് ഫ്ലോട്ടേഴ്സ് എന്ന് പേരായത്. അപ്പോൾ അതിലൊരു 17 പേരുണ്ട്. ഒക്കെ 6'4", 6'3", 6'2", 6 അടി ഒക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ നടന്നു വരുമ്പോൾ ഞാൻ അതിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാണ്. അപ്പം മിക്സഡ് കോളേജാണ്. ആ കാലത്ത് ഈ പെൺകുട്ടികളുടെ മുമ്പിൽ ഒരു വല്ലാത്ത അപഹർഷത ഞാൻ അനുഭവിച്ചിരുന്നു. എനിക്ക് ഇവന്മാരുടെ അത്രയൊന്നും പൊക്കവും സൗന്ദര്യമൊന്നും ഇല്ല എന്നുള്ളൊരു അപകർഷത. അതിനെ മറികടക്കാൻ അന്ന് കണ്ടെത്തിയിട്ടുള്ള ചില മാർഗങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ചില ബഹളങ്ങൾ, ചില അടിപിടികൾ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം അറിയാത്ത പെൺകുട്ടികൾ ഈ വലിയ 6 അടി പൊക്കമുള്ള അല്ലെങ്കിൽ 6'4" പൊക്കമുള്ള ആളുകളെക്കാൾ
പേടിച്ചിരുന്നത് തന്നെയായിരുന്നു. ആ പേടി ഞാൻ എൻജോയ് ചെയ്തിരുന്നു ആ സമയത്ത്. അവരെക്കാൾ എനിക്കൊരു വില അവിടെ ഉണ്ട് എന്നൊരു തോന്നലായിരുന്നു അന്നുണ്ടായിരുന്നു. പിന്നീട് ഞാനായിട്ട് അടുത്ത് കഴിയുമ്പോൾ ഈ പിള്ളേർക്കൊക്കെ മനസ്സിലാവും യാതൊരു കാര്യമില്ല, പാവാണെന്നുള്ളത്. അപ്പൊ അത് സൗഹൃദമായിട്ട് മാറും. പിന്നീട് കോളേജിൽ ഏറ്റവും അധികം സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന ആള് ഞാനായിരുന്നു. എൻ്റെ ചോദ്യം രണ്ടുപേരോടും കൂടിയിട്ടാണ്. ഇന്നലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പം സ്ത്രീപക്ഷ സംവിധായകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയാമോ? അത് ഞാൻ അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. എൻ്റെ ഫോണിൽ ഇന്നലെ ആ സമയത്ത് തന്നെ അതിൻ്റെ PDF അയച്ചു കിട്ടിയിരുന്നു. പക്ഷെ അത് വായിക്കണം, ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ഞാനത് വായിച്ചു നോക്കിയില്ല. അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് വലിയൊരു വൈരുദ്ധ്യമുണ്ട്. 5500-ലധികം പേജ് വരുന്ന ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മീഷനല്ല, ഹേമ കമ്മിറ്റി സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് 279 പേജോ മറ്റുമാണ് ആകെ പുറത്തു വിട്ടിട്ടുള്ളത്. അതും 4.5 വർഷത്തിന് ശേഷം. കാരണം ഈ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി, പ്രസിദ്ധ നടി ശാരദയും കൂടി ഉൾപ്പെട്ട കമ്മിറ്റി അത് സബ്മിറ്റ് ചെയ്തത് 4.5 വർഷം മുമ്പായിരുന്നു. അപ്പം ഇത്രയും വലിയ, ഇന്നലെ ഞാൻ TV യിൽ കാണുമ്പോഴേ ഞെട്ടിപ്പിക്കുന്ന, കേരളം മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിനകത്തുള്ളത് എന്ന് പറയുമ്പോൾ ഇത്രയും പേജുകൾക്കുള്ളിൽ ഇത്രയും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പേജുകളിൽ എന്തായിരിക്കും എന്നുള്ള ഒരു വലിയൊരു അത്ഭുതമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് തോന്നിയിട്ടുള്ളത്. പിന്നീട് അതിൽ ചില അഭിഭാഷകർ, ഈ ആസിഫ് അലിയും മറ്റും അഭിഭാഷകർ അതിനെക്കുറിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ആ കുറ്റകൃത്യങ്ങൾ മുഴുവനും നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ആ കുറ്റകൃത്യങ്ങൾ. അപ്പോൾ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിക്കുക? എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഇത്രയും വൈകിച്ചു എന്നുള്ളതിൻ്റെ സമാധാനം. ഇതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന വ്യക്തികൾ ആരൊക്കെയാണോ, അവരുടെ കുറ്റകൃത്യങ്ങൾ നമ്മുടെ സാധാരണ കുറ്റവാളികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് സദൃശവും ശിക്ഷാർഹവുമല്ലേ എന്നുള്ള ഒരു വലിയ ചോദ്യം ഈ റിപ്പോർട്ട് ഉയർത്തുന്നുണ്ട്. ഈ സിനിമയുടെ സാഹചര്യങ്ങൾ പലതും പല രീതിയിലാണ്. എല്ലാ സിനിമയുടെ സെറ്റിലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ വിചാരിക്കും എല്ലാ സിനിമാ സെറ്റിലും ഇതാണ്. ഞാനും കുറേ സിനിമാ സെറ്റുകളിൽ ഉണ്ടായിട്ട് ഞങ്ങളുടെ സെറ്റിലൊന്നും ഒരു തരത്തിലുള്ള ഒരു മിസ്ബിഹേവിയർ ഉണ്ടായതായിട്ട് എനിക്ക് അറിയില്ല. അവരുടെ എല്ലാവരും വളരെ സൗഹൃദപൂർവ്വമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നു, വിവേചനവും ഇല്ലാതെ. ഇത്തരത്തിലുള്ള ഒരു ഭീതിതമായിട്ടുള്ള യാതൊരു അന്തരീക്ഷം എനിക്ക് പരിചയമുള്ള പല സത്യൻ്റെ സെറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. പലരുടെ KG ജോർജിൻ്റെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. ഇതിന് പല നിഗൂഢങ്ങളായിട്ടുള്ള ചില തലങ്ങളുണ്ട്. അതൊക്കെയാണ് ആ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സാറിൻ്റെ സോളമൻ്റെ തേനീച്ച എന്ന സിനിമ ബെൻസിയുടെ അതിൽ ഒരു പോലീസ് ക്രിമിനലിനെയാണ്. അതിപ്പോൾ നമ്മുടെ RG മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലും ക്രിമിനലുണ്ട്. അപ്പോൾ സാറിൻ്റെ ആ സിനിമയായിട്ട് അപ് ടു ഡേറ്റ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സമൂഹത്തിൽ ഇതെന്തായാലും സിനിമയെ ബാധിക്കുന്ന എല്ലാം സ്ത്രീകൾ സപ്രസ് ചെയ്യുന്നപ്പോൾ ഞാനൊക്കെ 92 ഡിഗ്രി കഴിഞ്ഞാണ്. അന്ന് കണ്ണൂർ കാസർഗോഡിലെ യാഥാസ്ഥികത്തിൻ്റെ ഇപ്പോൾ ആ പത്തനംതിട്ടയിലുണ്ടായ സംഭവമായിട്ട് അനാചാരം അതുമായിട്ട് വന്നു. ഇപ്പോൾ കാസർഗോഡ് ഇപ്പോഴും ജാതീയതയും കാര്യങ്ങളൊക്കെ. ഇന്നലെ നമ്മുടെ അടുത്തൊരു അസിസ്റ്റൻറ്റ് തഹസിൽദാരായിട്ട് റിട്ടയർഡ് ചെയ്ത വീട് കയറി താമസമുണ്ട്, പാലുകാച്ചന്. അതിന് നമ്മുടെ അടുത്തുള്ള മുന്തി ജാതിക്കാർ പോയിട്ടില്ല. കണ്ണൂർ കാസർഗോഡ് ജില്ല ഇപ്പോഴും മാറി നിൽക്കലും കാര്യങ്ങളും എല്ലാം ഉൾപ്രദേശങ്ങളിൽ ഉൾഗ്രാമങ്ങളിലുണ്ട്. അപ്പം സാറിൻ്റെ ആ സിനിമ സോളമൻ്റെ തേനീച്ചകൾ നല്ലൊരു മെസ്സേജ്. ഇപ്പം ഈ മെഡിക്കൽ കോളേജിലെ ഒരു പോലീസ് സർജനാണല്ലോ 3:30 മണിക്ക്. അപ്പോൾ പെൺകുട്ടിയും ആൺകുട്ടിയും ഇപ്പോഴും ഈക്വൽ അല്ല എന്നല്ലേ അത് കാണിക്കുന്നത്. അവർക്ക് ഇപ്പോഴും നമ്മൾ സുരക്ഷ ഒഴുക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ പഠിച്ച് പുറത്തും ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ ഇത് ക്രിമിനലിസം സിനിമാ മേഖലയിൽ മാത്രമല്ല ആത്മീയതയിൽ, അതായത് ക്രിസ്ത്യൻ പുരോഹിതത്തിൻ്റെ ഇപ്പോൾ ഫ്രാങ്കോ ബിഷപ്പ്
അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ട്. പിന്നെ പോലീസ്, ക്രിമിനലിസം, ബസ്സിൽ, KSRTC ബസ്സിൽ. അപ്പം സിനിമയിൽ മാത്രം ഒരു കമ്മിറ്റി വന്നുകൊണ്ട് കേരളത്തിലെ സമൂഹത്തിലുള്ള ആ പിന്നെ കൊള്ളരുതായ്മകൾ, വയലൻസ്. ഇപ്പോൾ സാറ് ഞാനൊക്കെ സെയിം ഏജ് ആയിരിക്കും. നമ്മുടെ കാലത്ത് അമ്മേനെ ഒരു കുഞ്ഞ് കൊന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ എന്താ, അതൊന്നും സിനിമയിൽ പോലും ഇല്ലാത്ത വയലൻസാണ്. അപ്പോൾ ആ സോളമൻ്റെ തേനീച്ചകളിലെ ആ പോലീസിൻ്റെ ക്രിമിനലിസത്താണല്ലോ സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മുടെ ഇത് RG മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണെന്നല്ലേ കാണിക്കുന്നത്? രണ്ട് കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷം. ഒന്ന്, സോളമൻ്റെ തേനീച്ചകൾ കണ്ട ഒരാളെ കണ്ടതിൽ. അല്ല, സീരിയസ്ലി വളരെ അപൂർവമായിട്ടേ കാണാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ ആ കുട്ടിയുടെ ചോദ്യത്തിന് പറയേണ്ട മറുപടിയാണ് താങ്കൾ പറഞ്ഞത്. അതായത് സിനിമാക്കാരൻ്റെ ഒരു സിനിമയിലുള്ള ആളുകൾക്ക്, സാഹിത്യകാർക്കൊന്നും ആ പ്രശ്നമില്ല. സിനിമാക്കാർക്ക് പ്രേക്ഷകരുമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ അവർ ഇഷ്ടപ്പെടും. ചിലപ്പോൾ ഒരു സാഹിത്യകാരനെ തിരിച്ചറിയുന്നതിനേക്കാൾ പെട്ടെന്ന് ഒരു സംവിധായകനെയോ നടനെയോ തിരിച്ചറിയും. ഒരു സാഹിത്യകാരന്, എനിക്ക് നല്ല സാഹിത്യകാരൊക്കെ ആയിട്ട് ഒരു പൊതുവേദി പങ്കിടാൻ പേടിയാണ്. കാരണം ഇത് മനസ്സിലാവാത്ത ആളാണ് അദ്ദേഹം. ഒരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മളോട് ഉള്ളിലൊരു വെറുപ്പ് തോന്നും. ഇവൻ എന്തുണ്ടാക്കിയിട്ടാണ് ഇവൻ്റെ പിന്നാലെ ഇവരൊക്കെ ഇങ്ങനെ കൂടുന്നത്? ഞാൻ ഇത്രയും നല്ല ബുക്കുകൾ എഴുതിയിട്ട് അത് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. കൂടുതൽ പ്രകടമായിട്ട് കൂടുതൽ വിസിബിലിറ്റി ഉള്ള മുഖങ്ങളാണ് ഞങ്ങളുടെ. അപ്പോൾ സാഹിത്യകാരന്മാരുടെ ചിലപ്പോൾ അത്ര വിസിബിലിറ്റി ഉണ്ടാവില്ല. അവരുടെ കഥകൾ വായിച്ചിട്ടുണ്ടാവും, പേരറിയും, ചിലപ്പോൾ ആളെ കണ്ടാൽ തിരിച്ചറിഞ്ഞോളന്നില്ല. ഈ വിസിബിലിറ്റിയുടെ അപകടം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്നേഹിക്കുന്ന അതേ ലെവലിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു അപവാദം കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്. എഴുത്തുകാരനെ സ്നേഹിക്കുമ്പോൾ അത് പ്യുവർ സ്നേഹമാണ്, അവരുടെ കഥകളോടുള്ള സ്നേഹം. നമ്മളെ സ്നേഹിക്കുന്നത് ഹേറ്റ്രഡ് ഉള്ളിൽ വെച്ചിട്ടുള്ള സ്നേഹമാണ്. ഇയാളെ നല്ല സിനിമകളാണ്, ഇയാളെ എന്ത് രസമായിട്ടാണ് സിനിമകൾ ചെയ്യണതെന്ന് പറയുമ്പോൾ തന്നെ ഇയാളൊരു കുഴപ്പക്കാരനല്ലേ എന്നൊരു സാധനം ഉള്ളിലുണ്ട്. ഈ കുഴപ്പത്തിൽ കയ്യോടെ പിടികൂടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇയാളെ സ്നേഹിക്കുന്നത്. അപ്പോൾ സിനിമാ സംവിധായകനോ നടനെയോ ഒരു പ്രേക്ഷകൻ സ്നേഹിക്കുമ്പോൾ അത്ര തന്നെ അവനെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് വാർത്തയ്ക്ക് വേണ്ടിയിട്ട് മലയാളി ദാഹിക്കുന്നുണ്ട്. അത് കേരളത്തിൽ മലയാളികളാണ്, ഇന്ത്യയിൽ മൊത്തം അങ്ങനെയല്ല. അപ്പൊ സ്ത്രീയും പുരുഷനും ഇടപഴകി ജീവിക്കുന്ന എല്ലാ സ്ഥലത്തും സെക്സിന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാവും, സെക്സിന് വേണ്ടിയിട്ടുള്ള എന്താ പറയണ്ട പ്രീണനങ്ങളുണ്ടാവും, പ്രലോഭനങ്ങളുണ്ടാവും. അതെല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ സ്ത്രീയും പുരുഷനും ഇടപഴകി ജോലി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും അതുണ്ട്. അത് ജനറ്റിക്കൽ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ 27 സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 56 സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 12-ലധികം നായികമാരെ, പുതിയ പെൺകുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആവശ്യമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും, ഇതൊരു ക്യാമ്പ് ലൈഫുള്ള മേഖലയാണ്, ക്യാമ്പ് ലൈഫാണ്, ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സ്ത്രീകൾക്ക് എന്തെങ്കിലും അനീതി നേരിടുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത്, അങ്ങനെ വല്ലവർക്കും പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതൊക്കെ ആവശ്യമായ കാര്യമാണ്. പക്ഷെ ഈ റിപ്പോർട്ട് വരും, ആ റിപ്പോർട്ടിലുള്ള ചില കാര്യങ്ങൾ ചില വ്യക്തികളെ കുറിച്ചുള്ളതാണ്. അത് കിട്ടുമ്പോൾ ഒരു മൃഗീയമായ ആനന്ദം അനുഭവിക്കുന്നുണ്ടോ ഇത് കാണുന്ന പ്രേക്ഷകരും ഇത് തരുന്ന ഇതിനെ കൊണ്ടു നടക്കുന്ന മീഡിയയും ഒരു മൃഗീയമായ ഒരു ആനന്ദം സ്വകാര്യമായിട്ട് അനുഭവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ ഫോണിൽ ഇന്നലെ ഒരു 250 പേര് ഒരേ മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട്. 250 പേര് ഞാൻ പറഞ്ഞ മിനിമം ആണ്. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് എനിക്ക് അയച്ചിരിക്കുന്നത്. മനസ്സിലായില്ല? ഒരു മൃഗീയമായ ആനന്ദം അനുഭവിക്കുന്നുണ്ട് അവർ ഇത് അയക്കുന്ന ആൾക്കാർ. ഞാൻ പറയുന്നത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇത് ആഘോഷിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ താങ്കളുടെ കണ്ണിൽ കണ്ട ഒരു ഭയങ്കര ആനന്ദമുണ്ട്. ആ ആനന്ദം
എന്ന് പറയുന്നത് നിങ്ങളൊന്ന് വലിയ ആളാവൊന്നും വേണ്ട, നിങ്ങളൊന്നും അത്ര നല്ല ആൾക്കാരൊന്നല്ലെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു സാധനം ഉണ്ട് അതിൻ്റെ പിന്നിൽ. മോൾ അറിഞ്ഞിട്ടായിരിക്കില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ട്. അത് ഒരു തരം ഒരു മൃഗീയമായ ആനന്ദം സിനിമാക്കാരെ കുറിച്ച് കേൾക്കുമ്പോൾ, സിനിമാക്കാരെ കുറിച്ചിട്ടുള്ള ഓരോ അപവാദങ്ങൾ കേൾക്കുമ്പോഴും ഒരു മൃഗീയമായ ആനന്ദം ഭൂരിപക്ഷം അനുഭവിക്കുന്നുണ്ട്. അത് ഒരു ന്യൂനപക്ഷം കൂടുതൽ അഡ്വാൻറ്റേജസ് അനുഭവിക്കുന്നു എന്നുള്ള അമർഷത്തിൽ നിന്നുണ്ടാവുന്നതാണ്. മനസ്സിലായില്ലേ? ഇവർ ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കാശ് കിട്ടുന്നു, ഇവർ ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നു, ഇവർ ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്നായി ജീവിക്കുന്നു, സുഖ സൗകര്യങ്ങൾ കിട്ടുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇതൊരു ഭയങ്കര സ്ട്രഗ്ലിങ്ങിൻ്റെ ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ 34 കൊല്ലം മുമ്പ് സിനിമയിൽ വരുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൽ ഒരാൾ പോലും ഇന്ന് സിനിമയിലില്ല. സിനിമയിലില്ല എന്ന് വെച്ചാൽ അവർ ജീവിതത്തിലില്ല എന്നല്ല, അവരൊക്കെ ഇവിടെ നിന്ന് പരാജയപ്പെട്ട് പുറത്തുപോയി അതിൽ കയ്യും കാലിട്ട് അടിച്ചിട്ട് തുഴഞ്ഞു നിൽക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് ഞാൻ. ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇവിടെ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളുണ്ടാവും. ഒരു സെറ്റിൽ 200-ലധികം ആൾക്കാരുണ്ടാവും ഒരു സിനിമയുടെ സെറ്റിൽ. അതിൽ പല സംസ്കാരത്തിലുള്ള ആൾക്കാരുണ്ടാവും, സംസ്കാരമേ ഇല്ലാത്തവരുണ്ടാവും. ഇവരെയൊക്കെ പക്ഷെ സിനിമയ്ക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അതിനിടയിൽ ചില ആളുകൾക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, ഇതിനിടയിൽ ക്രിമിനൽസ് ഉണ്ടാവാം, ചില ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ പേരിൽ ഒരു ഇൻഡസ്ട്രിയെ മുഴുവൻ താറടിച്ച് സിനിമയിലുള്ള ആളുകൾ മുഴുവൻ കുഴപ്പക്കാരാണെന്നുള്ള ഒരു മനോഭാവം സാധാരണ അറിയാത്ത ജനങ്ങൾക്ക് ഉണ്ടാവുന്നത് നിർഭാഗ്യകരമാണ്, സങ്കടകരമാണ്. ഇവിടെയുള്ള നല്ല ആളുകൾ, അല്ലെങ്കിൽ ഞാൻ നല്ലതാണെന്നല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ അത്ര നല്ലതൊന്നുമല്ല, പക്ഷെ നല്ല ആളുകളുണ്ട്, എനിക്കറിയാവുന്ന കുറേ നല്ല ആളുകളുണ്ട്. അവരൊക്കെ ഇതിൽ പ്രതികളാവാണ്. ഇത് സ്ത്രീവിരുദ്ധം കൂടിയാണ്. അതായത് ഇവിടെ നന്നായി പെർഫോം ചെയ്ത നല്ല നിലയിൽ പ്രസിദ്ധരായ നടിമാര് മുഴുവൻ പിഴച്ചവരാണെന്നുള്ള ഒരു ധ്വനിയിലാണ് ഇന്നിപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്. ഒരാൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ പിഴച്ചു പോകണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് ഭയങ്കരമായ അനീതിയാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാ അധ്യാപകരുടെ ഇടയിൽ, ഡോക്ടർമാരുടെ ഇടയിൽ, പോലീസുകാരുടെ ഇടയിൽ ഉള്ള സ്ത്രീവിരുദ്ധരും ക്രിമിനലുകളുമായ ആളുകളുടെ അത്രയും ആളുകൾ സിനിമക്കാരുടെ ഇടയിലുണ്ട്. അത്രേ ഉള്ളൂ. പത്രക്കാരുടെ ഇപ്പൊ ധാർമ്മിക രോഷം മുഴുവൻ പത്രക്കാർക്കാണല്ലോ. പത്രക്കാരുടെ, മീഡിയക്കാരുടെ, പോലീസുകാരുടെ, ഡോക്ടർമാരുടെ, രാഷ്ട്രീയക്കാരുടെ ഇടയിൽ എത്ര ക്രിമിനലുകളുണ്ടോ ആനുപാതികമായിട്ട് അത്രയും പേര് സിനിമാക്കാരുടെ ഇടയിൽ ഉണ്ടാവാം. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ സംവാദ സദസ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം ഇവിടെ സംസാരിച്ചതിൽ എഴുത്തിൻ്റെയും സിനിമയുടെയും കാലം, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് CV ബാലകൃഷ്ണൻ എഴുതി KG ജോർജ് സംവിധാനം ചെയ്ത മറ്റൊരാൾ എന്ന സിനിമയുടെ കഥ. കാലത്തെ അതിജീവിക്കുന്ന, അന്ന് സിനിമ ഇറങ്ങിയ കാലത്തേക്കാൾ കൂടുതൽ പുതിയ കാലത്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പുതിയ കാലത്താണ് ആ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്. അതെന്തുകൊണ്ട് ആ സിനിമ കാലം തെറ്റിപ്പിറന്ന ഒരു സിനിമയാണോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ സിനിമ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിനെപ്പറ്റി CV സംസാരിക്കുന്നു. മറ്റൊരാൾ ഇറങ്ങിയത് 1987-ലാണ്. അപ്പം അന്ന് ആ ചിത്രം പരാജയപ്പെട്ട ചിത്രമായിരുന്നു. തിയേറ്ററുകളിൽ അത് പരാജയപ്പെട്ടു, അതിന് അംഗീകാരങ്ങളൊന്നും ലഭിക്കുകയുണ്ടായില്ല. അതിൻ്റെ രചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞാനും, അതുപോലെ സംവിധായകനായിട്ടുള്ള KG ജോർജും അതിൻ്റെ പ്രമേയത്തെ ഏത് രീതിയിലാണ് നോക്കിക്കണ്ടിട്ടുള്ളത്, രൂപപ്പെടുത്തിയത്, പരിചരിച്ചത്, എത്ര അനുഭാവത്തോടു കൂടിയാണ് അതിൻ്റെ ഓരോ ഷോട്ടും ചെയ്തത്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവനും അവഗണിക്കപ്പെടുകയാണ് ചെയ്തത് അന്ന്. പക്ഷെ അന്ന് കേവലമായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറകെ നമ്മുടെ പ്രേക്ഷകർ പോകുന്ന കാലത്താണ് ഗൗരവമായിട്ടുള്ള ഒരു ജീവിത സമസ്യ അതിനകത്ത് ആവിഷ്കരിച്ചത്. അപ്പം അന്ന് അത് ഉൾക്കൊള്ളാൻ നമ്മുടെ പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു
ഹൃദയവിശാലത ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കുറേ വർഷങ്ങൾക്ക് ശേഷം, ഒരു 25 വർഷം കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് പലരും എഴുതാൻ തുടങ്ങി. ഇപ്പോഴത്തെ ഈ WCCയിലുള്ള മാലാ പാർവതിയൊക്കെ അതിനെക്കുറിച്ചിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനമായിരിക്കണം. പക്ഷെ അന്ന് അതിനെ പിന്തുണയ്ക്കാൻ സ്ത്രീകളുണ്ടായിരുന്നില്ല, ഈ സ്ത്രീപക്ഷവാദികൾ ഉണ്ടായിരുന്നില്ല പലരും. കാരണം KG ജോർജിൻ്റെ പല സിനിമകളും, ആദാമിൻ്റെ വാരിയൽ, എല്ലാം സ്ത്രീപക്ഷ സിനിമകൾ. ആദാമിൻ്റെ വാരിയൽ പോലുള്ള സിനിമകളിലൊക്കെ അദ്ദേഹം ഈ സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചിരുന്നത്. അപ്പം അത് പിന്നെ അന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ അത് കാണാനുള്ള ഒരു ഭാവുകത്വം, അല്ലെങ്കിൽ അത് കാണാനുള്ള ഒരു കലാബോധമല്ല, രാഷ്ട്രീയ ബോധം, അത് അന്നത്തെ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അത് തിയേറ്ററിൽ അത് പരാജയപ്പെടുമ്പോൾ നമ്മൾ ദയനീയമായിട്ട് കണ്ടു. അതിൻ്റെ ഒരു കാര്യം, അപ്പം അതിൽ ഒരു സ്ത്രീ അവരുടെ വളരെ വ്യവസ്ഥാനുരൂപമായിട്ടുള്ള ഒരു കുടുംബഘടനയിൽ നിന്ന് അതിനെ വിട്ടിട്ട് പോവുകയാണ്, അനിശ്ചിതത്വത്തിലേക്ക് പോവുകയാണ്. കാരണം അത് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്കല്ല പോകുന്നത്, അവർ പോകുന്നത് അനിശ്ചിതത്വത്തിലേക്കാണ്. അപ്പോൾ അത് തങ്ങളുടെ കുടുംബങ്ങളെയും കൊണ്ട്, ഭാര്യമാരെയും കൂട്ടിയിട്ട് ഭർത്താക്കന്മാർ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേരുടെ ഭാര്യമാർ അവരുടെ കൂടെ ബാക്കി ഉണ്ടാവും എന്നുള്ള ഒരു വലിയ ഒരു സാമൂഹ്യ പ്രശ്നം അന്ന് ഉയർന്നു വന്നിരുന്നു. അതായത് ഒരു ഭർത്താവ് നമ്മുടെ ഭാര്യയും കൂട്ടിയിട്ട് ആ സിനിമ കാണാൻ വേണ്ടി പോകില്ല, കാരണം ഈ ഭാര്യ പോയി കളയുമെന്നുള്ള ഒരു ചെറിയ സംശയമുണ്ട്. അപ്പം അത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ, ഈ കുടുംബ ജീവിതത്തിനകത്ത് ഞങ്ങൾ വരുത്തേണ്ടുന്ന തിരുത്തലുകൾ എന്തൊക്കെയാണ്, നമ്മുടെ പെരുമാറ്റത്തിൽ വരുത്തേണ്ട തിരുത്തലുകൾ എന്താണ്, കുടുംബഘടനയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനം ഈ പ്രേക്ഷകരായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് ഉണ്ടാകണം. അതാണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു വശം. അല്ലാതെ ആ സിനിമ കണ്ട ഉടനെ ഭാര്യ ചാടിപ്പോകുന്നു എന്ന് പേടിക്കുമ്പോൾ ആ ദാമ്പത്യത്തിൻ്റെ ഒരു കെട്ടുറപ്പില്ലായ്മയെക്കുറിച്ചാണ് ശരിക്കും. അന്നത്തെ ഒരു സാമൂഹിക ഘടന അങ്ങനെയായിരുന്നു. പക്ഷെ കുറെ കൂടി എനിക്ക് തോന്നുന്നത്, കുറെ കൂടി നമ്മുടെ ഈ സ്ത്രീവാദം കേരളത്തിൽ കുറെ കൂടി സജീവമായി തീർന്നു, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിത്തീർന്നു. അപ്പോൾ കുറെ കൂടി പക്വതയാർജിച്ചു നമ്മുടെ പ്രേക്ഷകർ. അപ്പോഴത് അവരുടെ മുമ്പിൽ കാണുമ്പോൾ അവർക്ക് ഇതിൽ കുറേ ശരികളുണ്ടല്ലോ, കുറേ യാഥാർത്ഥ്യമുണ്ടല്ലോ എന്ന് അവർക്ക് തോന്നി. അത്രയേ ഉള്ളൂ അതിനകത്ത്. വളരെ വിശാലമായ അനുഭവ പരിചയമുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ സർഗ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കുകയില്ല. എങ്കിലും തീർത്തും മികച്ച ഒരു സംവാദ സദസ്സ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മുഴുവൻ പേർക്കും, ഈ സംവാദ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി അറിയിക്കുന്നു. ഇവിടെ അടുത്തതായി ഒരു കവർ പ്രകാശന ചടങ്ങ് നടക്കുകയാണ്. അതിനായി CV ബാലകൃഷ്ണനെയും ലാൽ ജോസിനെയും ക്ഷണിക്കുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മുതൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരെ സാഹിത്യത്തിൻ്റെയും സിനിമയുടെയും വളരെ ഗഹനമായ രസകരമായ ഒരു ചർച്ചയാണ് നമ്മുടെ നടന്നത്. നമുക്കിവിടെ അതിഥികളായി എത്തിയിരിക്കുന്ന രണ്ട് പ്രമുഖരും വളരെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഒരു പ്രത്യേകതയുള്ള സാഹചര്യത്തോടെയാണ് കടന്നു വന്നത്. കാരണം ലാൽ ജോസ് സാറ് കാസർഗോഡ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിലാണ്. നമ്മളൊക്കെ അറിയപ്പെടുന്ന പൊനം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു തിരക്കഥാരൂപം കാസർഗോഡ് തന്നെ പല സ്ഥലങ്ങളിൽ താമസിച്ച് ചീമേനി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അടുത്ത വർഷത്തോടു കൂടി കാസർഗോഡ് അടിസ്ഥാനമായ ഒരു സിനിമ നമുക്ക് കാണാൻ കഴിയുമെന്നൊരു സന്തോഷ വാർത്തയുണ്ട്. മറ്റൊരു കാര്യം, CV സാർ ആണെങ്കിൽ കണ്ണൂരിൽ ജനിച്ച് നമ്മുടെ കാസർഗോഡേക്ക് വന്ന് കാസർഗോഡ് താമസമായി കാസർഗോഡേറായി മാറിയതിൻ്റെ ഒരു 40-ാം വർഷം കൂടെയാണിത്. അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ പുസ്തകം 41-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം പിലിക്കോട് താമസമാക്കിയിട്ട് 1/4 നൂറ്റാണ്ട് പൂർത്തിയാവുകയാണ്. ആ രീതിയിൽ രണ്ടുപേരും വളരെ പ്രാധാന്യമുള്ള ഒരു കാസർഗോഡുമായിട്ട് വളരെ ബന്ധമുള്ളവരും കൂടിയാണ്. നമ്മുടെ ഈ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായിട്ട് മലയാള മനോരമ നേരത്തെ വായനാ ദിനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വായനക്കൂട്ട് മത്സരത്തിലെ വിജയികൾക്കുള്ള
സമ്മാന വിതരണമാണ്. ഇതിനുവേണ്ടി പ്രിയപ്പെട്ട ലാൽജോ സാറിനെയും സി വി സാറിനെയും ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ പേര് വിളിക്കുന്നവർ ഓരോരുത്തരും സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. AK ഷർവിൻ ഫാത്തിമ, MP ഇൻ്റർനാഷണൽ സ്കൂൾ, പെരിയടുക്കം. സമ്മാനം നൽകുന്നതിന് വേണ്ടി CV സാറിനോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് S ശ്രീനന്ദ, ചെമ്മനാട് വെസ്റ്റ് GUPS. അടുത്തത് M ശ്രീകൃപ, ഭാരത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. K അക്ഷത, സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പെരിയാട്ടെടുക്കം. തോംസൺ വിനോജ്, ടാഗോർ പബ്ലിക് സ്കൂൾ, രാജപുരം.